Soumya. So welcome to Soumya's Vlogs. So എല്ലാവരും മീൻ പീര കഴിച്ചിട്ടുണ്ടാവും. വെജിറ്റേറിയൻസ് നോൺ വെജിറ്റേറിയൻസ് പ്രത്യേകിച്ചും. അതായത് മത്തി കൊണ്ട് പീരുണ്ടാക്കും. അതായത് കുഞ്ഞമത്തി, പിന്നെ നത്തൊലി കൊണ്ട് പീരുണ്ടാക്കും. സോ ഇന്ന് അതേമാതിരിത്തെ ഒരു വെജിറ്റേറിയൻ മീനില്ലാത്ത മീൻ പീരയാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത്. സോ മീനില്ലാത്ത മീൻ പീര എന്ന് പറഞ്ഞാൽ കോവയ്ക്ക യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പീരുണ്ടാക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. സോ ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. കോവയ്ക്ക യൂസ് ചെയ്തിട്ട് വെജിറ്റേറിയൻസിന് ട്രൈ ചെയ്യാൻ പറ്റും. സോ അതേ മീൻ പീരയുടെ അതേ ടേസ്റ്റ് തരുന്ന ഒരു കോവയ്ക്ക പീരയാണിത്. അപ്പോൾ ഈ റെസിപ്പി നമ്മൾ എന്താ പറയുക, ഈ പൊതിച്ചോറിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ നല്ല കുറച്ച് ചൂട് ചോറ്, പിന്നെ കുറച്ച് ചമ്മന്തി, അതായത് ഈ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി, പിന്നെ പപ്പടം ചുട്ടതോ അല്ലെങ്കിൽ പപ്പടം കാച്ചിയത്, പിന്നെ നമ്മുടെ ഈ കോവയ്ക്ക പീരയും കുറച്ച് വെച്ചിട്ട് നല്ല ചൂടോടെ വാഴയിലൊക്കെ പൊതിച്ചോറ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണിത്. സോ അത് കഴിച്ചു കഴിഞ്ഞാലേ അപ്പം തന്നെ അതിൻ്റെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ തന്നെ ആ ബെൽ ഐക്കോണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് യൂട്യൂബിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ മീനില്ലാത്ത മീൻ പീര, കോവയ്ക്ക പീര എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. കോവയ്ക്ക ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ, അധികം കനം ഇല്ലാതെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് കോവയ്ക്ക. സോ കട്ടി കൂടിക്കഴിഞ്ഞാൽ കോവയ്ക്ക ഒരു അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. സോ ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞത് കോവയ്ക്ക. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഓരോ ടീസ്പൂൺ വീതം ചേർക്കുകയാണ്. പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നാലേ ആ മുളക് പൊടിയും ഇതെല്ലാം കൂടി കോവയ്ക്കയിൽ നന്നായിട്ട് മിക്സ് ആവുള്ളൂ. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൽ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കോവയ്ക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് കോവയ്ക്ക ഒന്ന് വാട്ടിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതേ കോവയ്ക്ക ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം മൺചട്ടിയാണ്, അത് അടി പിടിക്കാൻ പാടില്ല. ഇനി കോവയ്ക്ക ഒരുവിധം ഒന്ന് വാടി. ഇനി അതിലേക്ക് ഒരു കുടംപുളി സോക്ക് ചെയ്തത്, അതിൻ്റെ വെള്ളവും അതും കൂടിയും കുടംപുളിയും കൂടി ആഡ് ചെയ്യാണ്. ഇതിൽ വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല, ഈ കുടംപുളിയിലെ ഈ വെള്ളം മാത്രമേ ഉള്ളൂ. കുറേ അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുടംപുളി ഒരുമാതിരി കുഴഞ്ഞു പോവും. സോ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് കോവയ്ക്ക ഒരുവിധം ഒന്ന് പകുതി മുക്കാലും കുക്കാവുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി കോവയ്ക്ക ഒരുവിധം നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്. സോ ഇത് മൂടി വെച്ച് അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, കാരണം അത് അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, കാരണം ഈ തേങ്ങയും കോവയ്ക്ക എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇനി ഇളക്കിയതിന് ശേഷം ഇനി ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇത്. കാരണം തേങ്ങയും കോവയ്ക്കും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒന്നിച്ച് മിക്സായി കുക്കാവണം, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം കുറച്ച് നേരം.
അപ്പോൾ കുറച്ച് നേരമായി. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതേ കോവയ്ക്ക നന്നായിട്ടൊന്ന് ഒരുവിധം കുക്കായി. അപ്പോൾ ഈ കോവയ്ക്കയുടെ ഇതുപോലത്തെ ടെക്സ്ചർ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനും കൂടുതൽ കുക്ക് ചെയ്യാതെ സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് സ്റ്റവ് നിന്ന് ഇറക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒന്ന് തേങ്ങയും കോവയ്ക്കയും ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞാലാണ് എനിക്ക് അങ്ങനത്തെ ടേസ്റ്റാണ് ഇഷ്ടം. അപ്പം ഞാനൊന്ന് കുറച്ച് നേരം കൂടി ആ കോവയ്ക്കയും ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന വരെ, തേങ്ങയും കൂടി നന്നായി മൊരിഞ്ഞ് വരുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാണ് ഞാൻ. ഇനി മൂടി വയ്ക്കാതെ ഓപ്പണിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത്, അപ്പോൾ അത് ഇതുപോലത്തെ വരും. ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. സോ ഇത് ആക്ച്വലി ഇതാണ് കൂടുതലും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഒരു ടേസ്റ്റി ആയിട്ട് ഉള്ള മീനില്ലാത്ത ഒരു മീൻ പീരയാണിത്. അതേ മീൻ പീരയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഉള്ളതാണ്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം, കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.